ഗുഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ വേവ് ഫങ്ഷൻസ്. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ലീനിയർ വെക്റ്റർ സ്പേസ് എന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ലീനിയർ വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് നമുക്കൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു സ്റ്റേറ്റ് വെക്റ്റർ വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉള്ള സ്റ്റേറ്റ് വെക്റ്റേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വെക്റ്റർ സ്പേസിലാണ്. അപ്പോൾ ഒരു ലീനിയർ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് സ്കെയിലാർസ് ആൻഡ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വിച്ച് സാറ്റിസ്ഫൈ സർട്ടൻ റൂൾ ഓഫ് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലീനിയർ വെക്റ്റർ സ്പേസിലെ എലമെൻ്റാണ് അല്ലെങ്കിൽ ആ ലീനിയർ വെക്റ്റർ സ്പേസ് കോൺസ്റ്റിറ്റ്യൂട്ട് വെക്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ആ ബേസിനെ നമ്മൾ ബേസിസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ബേസ് വെക്റ്റേഴ്സ് ഉപയോഗിച്ച് ആ ഒരു നമുക്ക് ഏതൊരു വെക്റ്ററിനെ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ബേസ് ഓർ വി ക്യാൻ ഡിഫൈൻ വെക്റ്റർ സ്പേസ്. അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് യൂക്ലീഡിയൻ ജെ കെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു IJK എന്ന് പറയുന്ന വെക്റ്ററിനെ ഉപയോഗിച്ച് ഒരു 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെ നമ്മളൊരു സ്റ്റേറ്റ് വെക്റ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന്. സ്റ്റേറ്റ് വെക്റ്റേഴ്സിന് ഉൾപ്പെടുന്ന സ്പേസിനെ നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ നമ്മൾ വേവ് ആണ് എന്ത് ചെയ്തത്, നമ്മളൊരു സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്പേസിനെ നമ്മൾ ഫങ്ഷൻസ്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ ഈ ഫങ്ഷൻ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ഫങ്ഷൻ സ്പേസസ് നമ്മൾ സ്പേസ് എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് ഫങ്ഷൻ element is a vector element is a complex function and scalar product is an integral and scalar is an integral. Scalar product is an integral. അതായത് നമ്മൾ ഇന്നലെ രണ്ട് സ്റ്റേറ്റ് വെക്റ്റേഴ്സിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ. ഇവിടെ ഫൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡ്യുവൽ സ്പേസിലെ എലമെൻ്റ് ആയിരിക്കും സൈ എന്ന് പറഞ്ഞിരുന്നു. സോ ദ സ്കെയിലാർ പ്രോഡക്റ്റ് വിത്ത് സൈ ആൻഡ് ഫൈ ഈസ് ഡിഫൈൻഡ് ആസ് ബ്രാക്കറ്റ് സൈ കോമ ഫൈ ആണ്. അപ്പോൾ ഇവിടെ ഇതേ കാര്യത്തെ തന്നെ നമ്മൾ ഫങ്ഷൻ സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. അവിടെ ഫങ്ഷൻ സ്പേസിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ സൈ ഫൈ തുടങ്ങിയ വെക്റ്ററുകൾ ഫങ്ഷൻ സ്പേസിലേക്ക് എത്തുമ്പോൾ അത് വേവ് ഫങ്ഷൻസ് ആവുകയും അതേപോലെ ഇവിടെ നമ്മൾ പറയുന്ന സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ സ്പേസിൽ അതൊരു ഇൻ്റഗ്രേഷനായിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ എന്ന് നമ്മൾ വെക്റ്റർ സ്പേസിൽ പറയുന്നത് ഫങ്ഷൻ സ്പേസിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് ഫങ്ഷൻ സ്പേസിൽ എഴുതാൻ വേണ്ടി പറ്റും. സോ ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഇറ്റ് സെൽഫ് ദിസ് ഈസ് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് ഡി എക്സ് ആണ് ഫങ്ഷൻ സ്പേസിലേക്ക് വരുമ്പം. ദിസ് ഈസ് ഇൻ്റഗ്രൽ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് എ ഫങ്ഷൻ സൈ ഓഫ് എക്സ് is said to be square integrable. A function psi of x is said to be square integrable. Is said to be square integrable if the scalar product of psi with itself is finite.
ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു സൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് സൈയോട് തന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണം. If you are taking the scalar product of psi with itself and we are getting a finite value, then we can say that the function psi of x is a square integrable function. Now, the integrable functions, ഇത്തരത്തിലുള്ള സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് അടങ്ങുന്ന ഒരു സ്പേസ്, the space of square integrable functions is a Hilbert space. ഇതിനെ നമുക്ക് ഒരു ഹിൽബർട്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഹിൽബർട്ട് സ്പേസിന് ഒരു എക്സാമ്പിൾ കൂടിയാണ്. ദ സ്പേസ് ഓഫ് സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഈസ് എ ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന വേവ് ഫങ്ഷൻ, ദ വേവ് ഫങ്ഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, യൂഷ്വലി വി റെപ്രസെൻറ്റ് എ വേവ് ഫങ്ഷൻ ആസ് സം psi ഓഫ് r, t and this is a square integrable function. സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പറയുന്ന വേവ് ഫങ്ഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ദേ ആർ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. ബിക്കോസ് നമുക്കറിയാം ഒരു ഫംഗ്ഷൻ വേവ് ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തായിരുന്നു? ദിസ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ് ഓർ വിച്ച് ക്യാൻ ബി നോർമലൈസബിൾ. ഓക്കെ, അപ്പോൾ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നോർമലൈസബിൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇഫ് യു ആർ നോർമലൈസിങ് എ വേവ് ഫങ്ഷൻസ് വി ആർ ഗെറ്റിംഗ് സം ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ, ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഈ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് എപ്പോഴും ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസിനെ നമ്മൾ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന എന്താണ്? ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ദേ ആർ എക്സാമ്പിൾസ് ഫോർ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. നൗ നമുക്കതിനെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം. അതായത് ദാറ്റ് ഈസ് ദിസ് സൈ ഓഫ് ആർ ടിയുടെ മോഡ് സ്ക്വയർ ഡി ക്യൂബ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വി, ഒരു വോളിയം, ഒരു ഫൈനൈറ്റ് വോളിയം ഡി വി എന്ന് പറയുന്ന ഒരു വോളിയം എലമെൻ്റ് എടുക്കുന്നു. അവിടെ നമ്മൾ മോഡ് സൈ സ്ക്വയർ എടുക്കുന്നു. ദാറ്റ് ഈസ് മോഡ് സൈ സ്ക്വയർ ഡി വി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഗീവ്സ് ദ ഓഫ് finding the particle, probability of finding the particle in a volume dv or d cube r, in a volume d cube r centered at a r at a time t. അപ്പോൾ ടി എന്ന് പറയുന്ന ടൈമിൽ, ടി എന്ന് പറയുന്ന ഒരു ടൈം ഇൻസ്റ്റൻറ്റിൽ ആർ എന്ന് പറയുന്ന ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള നമ്മളൊരു ഡി വി അല്ലെങ്കിൽ ഒരു ഡി ക്യൂബ് ആർ എന്ന് പറയുന്ന ഒരു വോളിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡി ക്യൂബ് ആറിൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദിസ് മോഡുലസ് ഓഫ് സൈ ഓഫ് ആർ ടി ഹോൾ സ്ക്വയർ ഡി ക്യൂബ് ആർ. that the probability is always a finite value. Okay, so the finding the somewhere in space, the probability of finding the particle somewhere in space must be equal to 1. അതായത് നമ്മൾ ഒരു ഡി വി അല്ലെങ്കിൽ ഡി ക്യൂബ് ആർ വോളിയത്തിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞത്. ഇതിനെ നമ്മൾ എൻറ്റയർ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദ സ്പേസ് കിട്ടും. ആൻഡ് ദ ടോട്ടൽ 1 ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മോഡ് സൈ ഓഫ് ആർ ടി സ്ക്വയർ ഡി ക്യൂബ് ആർ എന്ന് പറയുന്നത് നമുക്കിതിനെ ട്രിപ്പിൾ ഇൻ്റഗ്രലായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി എ ട്രിപ്പിൾ. This as integral sum minus infinity to integral minus infinity to integral minus infinity to psi of rt square dz equal to 1 ആണ് എന്ന് എനിക്ക് എഴുതാം. അതായത് നമ്മൾ എന്താണ് എക്സിൽ വൈയിൽ ഇസഡിൽ 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ എൻറ്റയർ സ്പേസിലേക്ക് ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദ സ്പേസ് ആൻഡ് ഇറ്റ് വിൽ ബി 1 ആയിരിക്കും. സോ നമുക്കിങ്ങനെ പറയാം, എനി വേവ് ഫങ്ഷൻ
satisfying the above equation, any wave function satisfying the above equation is said to be normalized, or square integrable, അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് നോർമലൈസ്ഡ് ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ എനി വേവ് ഫംഗ്ഷൻ which is not square integrable, സ്ക്വയർ ഇൻ്റഗ്രബിൾ അല്ലാത്ത വേവ് ഫംഗ്ഷൻ എന്തില്ല, has no physical meaning, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേവ് ഫംഗ്ഷൻസ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വേവ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ അത് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കണം. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കണം. അതല്ലാത്ത മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ ഒന്നും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, വേവ് ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സോ ഓൾ ദ വേവ് ഫംഗ്ഷൻസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ക്യാൻ ബി നോർമലൈസ്ഡ്, or it can be in another word we can say that in quantum mechanics all the wave functions are square integrable. Okay, so നമ്മൾ അടുത്തതായിട്ട് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്, that is Dirac notations. Okay, Dirac notation. Okay, so നമ്മൾ ഡിറാക് നൊട്ടേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ടു റെപ്രസെൻറ്റ് ദ ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ്, state of a system, Dirac introduced the concept of kets, brass and brackets. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മളൊരു സ്റ്റേറ്റ് വെക്ടർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേറ്റ് വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഡിറാക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ് ഈ പറഞ്ഞ ഡിറാക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഫസ്റ്റ് വൺ, എന്താണ് കെറ്റ്സ് എന്നുള്ളതാണ് പറയുന്നത്. കെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എലമെൻറ്റ് ഓഫ് എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസിലുള്ള എലമെൻറ്റുകളെ ഡിറാക് വിളിച്ച പേരാണ് ഈ പറഞ്ഞ കെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറാക് ഡിനോട്ടഡ് ദി സ്റ്റേറ്റ് വെക്ടർ സൈ. നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വെക്ടർ എടുക്കുന്നു. അപ്പോൾ ഈ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് വെക്ടറിനെ ഡിറാക് ഡിനോട്ട് ചെയ്തത് by the symbol this one, and this is നമുക്കിതിനെ ഇങ്ങനെ വായിക്കാം, കെറ്റ് സൈ എന്ന് വായിക്കാം. ഡിറാക് ഡിനോട്ടഡ് ദ സ്റ്റേറ്റ് വെക്ടർ സൈ ബൈ ദ സിമ്പൽ കെറ്റ് സൈ, which he called a ket vector. ഇതിനെ നമ്മൾ കെറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നു. ആൻഡ് കെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ദിസ് കെറ്റ്സ് ബിലോങ്സ് ടു ഹിൽബർട്ട് സ്പേസ്. ഈ കെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഒരു സ്റ്റേറ്റ് വെക്ടർ സൈയെ കെറ്റ് സൈ, ഓക്കെ, ഇതിനെ നമ്മൾ ആ സിമ്പലിനെ വിളിക്കുന്ന പേര്, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെറ്റ് എന്ന് പറയുന്നത്. സോ കെറ്റ് സൈ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നൗ എന്താണ് കെറ്റ് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ബ്രാസ്. സോ ദേ ആർ ദി എലമെൻറ്റ് ഓഫ് എ ഡ്യുവൽ വെക്ടർ സ്പേസ്. അതായത് സൈ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസിലെ എലമെൻ്റ് ആണെങ്കിൽ അതിനോട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കേണ്ട എലമെൻറ്റ് അതിൻ്റെ ഡ്യുവൽ സ്പേസിലെ എലമെൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡ്യുവൽ സ്പേസിലെ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാ വെക്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കെറ്റ് വെക്ടർ, സെക്കൻഡ് വൺ ഈസ് ബ്രാ വെക്ടർ. സോ നമുക്കിങ്ങനെ പറയാം, എവരി വെക്ടർ സ്പേസ് can be associated with a dual space. Every vector space can be associated with a dual space. Okay, എല്ലാ വെക്ടർ സ്പേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡ്യുവൽ വെക്ടർ സ്പേസ് ഉണ്ടാവും. നൗ ഫോർ എവറി കെറ്റ് വെക്ടർ സൈ, ഈ കെറ്റ് വെക്ടർ സൈ എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഫോർ എവറി കെറ്റ് വെക്ടർ സൈ there exists a unique bra vector. which is denoted as bra vector psi
ആൻഡ് വൈസ് വേഴ്സ. അതായത് ഈ കെറ്റ് വെക്റ്റർ സൈ എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസിലെ എലമെൻ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഹിൽബർട്ട് സ്പേസിൽ നിന്നും ഒരു കെറ്റ് വെക്റ്റർ സൈ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡ്യുവൽ വെക്റ്റർ സ്പേസിൽ ഇത്തരം ഇങ്ങനെ ബ്രാ വെക്റ്റർ സൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ഒരു ബ്രാ വെക്റ്റർ സൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു കെറ്റ് വെക്റ്റർ സൈ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ദീസ് ആർ ദ കെറ്റ് വെക്റ്റേഴ്സ് ആൻഡ് ബ്രാ വെക്റ്റേഴ്സ്. കെറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ബ്രാ വെക്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഡിറാക്ക് സ്റ്റേറ്റ് വെക്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബ്രാക്കറ്റ്? ഓക്കെ, ബ്രാക്കറ്റ്. അപ്പോൾ നമുക്കറിയാം സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം സ്കെയിലാർ പ്രോഡക്റ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എങ്ങനെയായിരുന്നു? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. അതേസമയം ഡിറാക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് Dirac denoted the scalar product phi psi as phi. ആദ്യത്തേത് ബ്രാ വെക്റ്റർ, ദെൻ ദിസ് ഈസ് കെറ്റ് വെക്റ്റർ സൈ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്നുള്ളതിനെ ഡിറാക് നൊട്ടേഷൻ അനുസരിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, സോ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് ഇനിമേൽ നമ്മൾ ഡിറാക് നൊട്ടേഷൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ സൈ. നൗ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ സൈ എന്ന് പറയുന്നത്? ഫംഗ്ഷൻ സ്പേസിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ മീനിങ്? ദിസ് ഈസ് നത്തിങ് ബട്ട് സം ഫൈ സ്റ്റാർ ഓഫ് ആർ കോമ ടി ഇൻറ്റു ദിസ് സൈ ഓഫ് ആർ കോമ ടി ഡി ക്യൂബ് ആർ ആണ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ ഇൻ ഫംഗ്ഷൻ സ്പേസ്. ഓക്കെ, നൗ നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കെറ്റ് വെക്റ്റേഴ്സ്, ബ്രാ വെക്റ്റേഴ്സ് ആൻഡ് ബ്രാക്കറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. സോ പ്രോപ്പർട്ടീസ് ഓഫ് കെറ്റ്സ്, ബ്രാസ് ആൻഡ് ദിസ് ബ്രാക്കറ്റ്സ്. ഇതാണ് ബ്രാക്കറ്റ്. ഒരു ബ്രാ വെക്റ്റർ, ഒരു കെറ്റ് വെക്റ്റർ. ഓക്കെ, സോ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഈ പറഞ്ഞ കെറ്റ് വെക്റ്റേഴ്സും ബ്രാ വെക്റ്റേഴ്സും അതുപോലെ തന്നെ ബ്രാക്കറ്റിനുള്ളത്? സോ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, നമുക്കിങ്ങനെ പറയാം, എവറി ket has a corresponding bra vector. Every ket vector has a corresponding bra vector. അതായത് ഞാനൊരു കെറ്റ് വെക്റ്റർ സൈ എടുത്താൽ എപ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബ്രാ വെക്റ്റർ സൈ എക്സിസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഇതിൽ പറഞ്ഞാൽ there is a one-to-one correspondence between these bra vectors and ket vectors. അപ്പം കെറ്റ് വെക്റ്റേഴ്സും ബ്രാ വെക്റ്റേഴ്സും തമ്മിൽ എന്തുണ്ട്? ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ സപ്പോസ് നമ്മൾ സം സ്കെയിലാർ എ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഇൻറ്റു ദിസ് കെറ്റ് വെക്റ്റർ സൈ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ഇൻറ്റു ദിസ് കെറ്റ് വെക്റ്റർ ഫൈ എന്ന് പറയുന്നതിനെ നമ്മൾ കെറ്റ് വെക്റ്ററിനെ ഇൻ ടേംസ് ഓഫ് ബ്രാ വെക്റ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം ദിസ് ഈസ് ഈക്വൽ ടു കോൺജുഗേറ്റ് ഓഫ് ദിസ് എ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ പ്ലസ് കോൺജുഗേറ്റ് ഓഫ് ബി ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, വേർ ദിസ് എ ആൻഡ് ബി ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇഫ് ദിസ് എ ആൻഡ് ബി ആർ കോംപ്ലക്സ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എ സൈ പ്ലസ് ബി ഫൈ എ സ്റ്റാർ ഇൻറ്റു ബ്രാ വെക്റ്റർ സൈ പ്ലസ് ബി സ്റ്റാർ ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സപ്പോസ് നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു വെക്റ്റർ അതിനെ എ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ആർ ഗെറ്റിംഗ് എ വെക്റ്റർ. സോ ദ കെറ്റ് വെക്റ്റർ എ സൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെറ്റ് വെക്റ്റർ സൈ ആയിരിക്കും. അതേസമയം ഫൈ എന്ന് പറയുന്ന ഒരു വെക്റ്ററിനെ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ബ്രാ വെക്റ്റർ നമ്മൾ എടുക്കുന്നു. ബ്രാ വെക്റ്റർ ബി ഫൈ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ബി സ്റ്റാർ ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ ആയിരിക്കും. അതായത് ഒരു കെറ്റ് വെക്റ്ററിൽ നിന്നും ഒരു സ്കെയിലാറിനെ പുറത്തേക്ക് എടുത്താൽ അത് അതേപോലെ തന്നെ ആയിരിക്കും വരിക. അതേസമയം ഒരു ബ്രാ വെക്റ്ററിൽ നിന്നും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ പുറത്തേക്ക് എടുത്താൽ അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കെറ്റ് വെക്റ്ററിൻ്റെ അല്ലെങ്കിൽ ബ്രാ വെക്റ്ററിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലാർ പ്രോഡക്റ്റ്. ഇതിൻ്റെ കെറ്റ് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രാ വെക്റ്റേഴ്സിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഫൈ
നമുക്കറിയാം ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ. ഇതിൻ്റെ മീനിങ് എന്താണ്? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറയുന്നത് ഈസ് നോട്ട് സെയിം ആസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ ഒരു സ്റ്റേറ്റ് വെക്ടർ ഫൈയെ മറ്റൊരു സ്റ്റേറ്റ് വെക്ടർ സൈ കൊണ്ട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നത് ഫൈ വിത്ത് സൈ ഇസ് നോട്ട് ഈക്വൽ ടു സൈ വിത്ത് ഫൈ ആണെന്ന് പറഞ്ഞത്. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈയോട് ഈക്വലാണ്. ദാറ്റ് ഈസ് എന്താണ് ഈ പറഞ്ഞ ഫൈ സൈ ഹോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫൈ സ്റ്റാർ ഓഫ് ആർ ടി ഇൻറ്റു സൈ ഓഫ് ആർ ടി ഡി ക്യൂബ് ആർ ആണ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ. സോ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻ്റഗ്രൽ ഫൈ സ്റ്റാറിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്താൽ ഫൈ ആവും, സൈയുടെ കോഞ്ചുഗേറ്റ് എടുത്താൽ സൈ സ്റ്റാർ ആവും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സൈ സ്റ്റാർ ഓഫ് ആർ ടി ഇൻറ്റു ഫൈ ഓഫ് ആർ ടി ഡി ക്യൂബ് ആർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇതെന്താണ് സാധനം? ദിസ് വിൽ ബി സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ ആയിരിക്കും. ദാറ്റ് ഈസ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ ആണ്. ഇത് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ പറയാം, ഈഫ് സൈ ആൻഡ് ഫൈ ആർ റിയൽ. ഇത് കോംപ്ലക്സ് അല്ല, സപ്പോസ് റിയൽ ആണെന്ന് വിചാരിക്കുക. റിയൽ ആണെങ്കിൽ ഈ പറഞ്ഞ സൈ ഫൈ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ ഫൈ എടുത്താൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ സൈയോട് ഈക്വൽ ആയിരിക്കും. അതേസമയം റിയൽ അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ ഫൈ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഫൈ സൈയുടെ കോഞ്ചുഗേറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞത് ഏത് കേസാണ്? ഇവിടെ നമ്മൾ പറഞ്ഞത് ഈഫ് സൈ ആൻഡ് ഫൈ ആർ റിയൽ ആണെങ്കിൽ നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്താൽ അത് തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഇഫ് സൈ ആൻഡ് ഫൈ ആർ റിയൽ ദെൻ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ ഫൈ ഈസ് ഈക്വൽ ടു സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ഫൈ വിത്ത് സൈ ആണ്. അതേപോലെ നമ്മൾ ഇഫ് വി ആർ ടേക്കിംഗ് ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് സം അതർ വെക്റ്റർ a1 psi1 പ്ലസ് a2 psi2. ഓക്കെ, a1 psi1 പ്ലസ് a2 psi2 എന്ന് പറയുന്ന ഒരു വെക്റ്റർ. ഇതും ഒരു വെക്ടറാണ്. കാരണം psi1 psi2 വെക്ടർ ആണെങ്കിൽ a1 psi1 പ്ലസ് a2 psi2 വെക്ടറാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലീനിയർ വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ a1 psi1 പ്ലസ് a2 psi2 കൊണ്ട് സ്കെയിലാർ പ്രൊഡക്റ്റ് എടുക്കും. ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് a1 psi1 പ്ലസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് a2 psi2 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇതൊരു കെറ്റ് വെക്ടറാണ്. ഇത്രയും ഭാഗം ഒരു കെറ്റ് വെക്ടറിൽ നിന്ന് ഒരു സ്കെയിലാറിനെ പുറത്തേക്ക് എടുക്കുമ്പം അത് തന്നെയായിട്ടാണ് വരിക എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു a1 ഇൻറ്റു സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് സൈ വിത്ത് psi1 പ്ലസ് a2 ഇൻറ്റു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് psi2 എന്ന് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതേസമയം നമുക്കിങ്ങനെയാണെന്ന് വിചാരിക്കുക, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് a1 phi1 പ്ലസ് സം a2 phi2നെ നമ്മൾ സൈ കൊണ്ട് സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നു. ഇതിനെ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. a1 phi1 വിത്ത് സൈ പ്ലസ് a2 phi2 വിത്ത് സൈ എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതൊരു ബ്രാ വെക്ടറാണ്. ഒരു ബ്രാ വെക്ടറിൽ നിന്നും ഒരു സ്കെയിലാറിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിട്ടായിരിക്കും വരിക. ദാറ്റ് ഈസ് ദിസ് ഈസ് a1 സ്റ്റാർ ഇൻറ്റു phi1 വിത്ത് സൈ പ്ലസ് സം a2 സ്റ്റാർ ഇൻറ്റു phi2 വിത്ത് സൈ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി സപ്പോസ് നമ്മളോട് സ്കെയിലാർ പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രീതിയിലാണെന്ന് വിചാരിക്കുക. a1 phi1 പ്ലസ് a2 phi2 വിത്ത് b1 psi1 പ്ലസ് b2 psi2. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഇതിനെ നമുക്ക് 4 ടേംസ് ആയിട്ട് ആദ്യമേ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ ഈസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് a1 phi1 വിത്ത് b1 psi1 പ്ലസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് a1 phi1 വിത്ത് b2 psi2 പ്ലസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് ദിസ് a2 phi2 വിത്ത് b1 psi1 പ്ലസ് സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് a2 phi2 വിത്ത് b2 psi2. ഇങ്ങനെ 4 ടേംസ് ആക്കി എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം നമ്മൾ എടുക്കുന്നു. ഫസ്റ്റ് ടേമിൽ ബ്രാ വെക്ടറിൽ നിന്നും a1 പുറത്തേക്ക് വരുമ്പോൾ അത് a1 സ്റ്റാർ ആയിട്ട് വരും. കെറ്റ് വെക്ടറിൽ നിന്നും b1 psi1 നിന്നും b1 പുറത്തേക്ക് വരുമ്പോൾ b1 ആയിട്ട് തന്നെ വരും. സോ a1 സ്റ്റാർ b1 ഇൻറ്റു phi1 psi1 പ്ലസ് നെക്സ്റ്റ് ടേം ഇവിടെ ഇതിനകത്ത് നിന്ന് a1 സ്റ്റാർ പുറത്തേക്ക് വരും b2 ഇൻറ്റു phi1 psi2 പ്ലസ് തേർഡ് ടേമിൽ നിന്ന് a2 സ്റ്റാർ ഇൻറ്റു b1 ഇൻറ്റു ദിസ് phi2 psi1 പ്ലസ് ലാസ്റ്റ് ടേമിൽ നിന്നും a2 സ്റ്റാർ ഇൻറ്റു b2 ഇൻറ്റു ദിസ് phi2 psi2 എന്ന് വരും.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ എക്സ്പാൻഷൻ വരിക. അപ്പോൾ ഇതാണ് സ്കെയിലാർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ഓൺ ടു ദ തേർഡ് പ്രോപ്പർട്ടി ഓഫ് ദിസ് കെറ്റ് ബ്രാ ആൻഡ് ബ്രാക്കറ്റ്സ്, ദാറ്റ് ഈസ് the norm is real and positive. The norm is real and positive. ഓക്കെ, എന്താണ് അതിൻ്റെ മീനിങ്? അതായത് ഫോർ എനി സ്റ്റേറ്റ് വെക്റ്റർ psi, for any state vector psi of the Hilbert space, for any state vector psi, അതായത് കെറ്റ് വെക്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്, ഓഫ് ഹിൽബർട്ട് സ്പേസ് എച്ച്, ദി നോം, എങ്ങനെയാണ് നോം എന്ന് പറഞ്ഞാൽ എന്താ? നോം എന്ന് പറഞ്ഞാൽ ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് psi വിത്ത് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് psi എടുത്തു കഴിഞ്ഞാൽ ഈസ് റിയൽ ആൻഡ് പോസിറ്റീവ്. റിയൽ അതുപോലെ തന്നെ പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം ദിസ് psi എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരുന്ന ഒരു കേസ് ഉണ്ട്. എപ്പോഴാണ്? ദിസ് ഹാപ്പൻസ് ഓൺലി വെൻ ദിസ് കെറ്റ് വെക്റ്റർ psi 0 എടുത്തു കഴിഞ്ഞാൽ. കെറ്റ് വെക്റ്റർ psi 0 ആണെങ്കിൽ ബ്രാ വെക്റ്റർ psiയും 0 ആയിരിക്കും. സോ ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് 0 വെക്റ്റർ വിത്ത് 0 വെക്റ്റർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അല്ലാത്ത കേസുകളിലൊക്കെ അതെന്തായിരിക്കും? ഇറ്റ്സ് എ റിയൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. നൗ ഇഫ് psi ഈസ് നോർമലൈസ്ഡ്, psi നോർമലൈസ്ഡ് ആണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് psi വിത്ത് psi എന്ന് പറയുന്നത് ഈക്വൽ ടു എത്ര തന്നെ കിട്ടും? 1 കിട്ടും. നോർമലൈസ്ഡ് ആണെങ്കിൽ. നോർമലൈസ്ഡ് അല്ല എങ്കിൽ 1 അല്ലാത്ത ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. നൗ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദിസ് ഇസ് ഷ്വാർസ് ഇനീക്വാലിറ്റി. ഓക്കെ, നിങ്ങൾ ഷ്വാർസ് ഇനീക്വാലിറ്റി നമ്മൾ യൂക്ലിഡിയൻ സ്പേസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഷ്വാർസ് ഇനീക്വാലിറ്റി അത് ഈ പറഞ്ഞ വെക്റ്റർ സ്പേസിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലീനിയർ വെക്റ്റർ സ്പേസിലേക്ക് വന്നു കഴിയുമ്പം എങ്ങനെയാണ് ഷ്വാർസ് ഇനീക്വാലിറ്റി എഴുതുക? അതായത് ഫോർ എനി 2 സ്റ്റേറ്റ്സ്, ഫോർ നമ്മൾ 2 സ്റ്റേറ്റ് വെക്റ്റേഴ്സ് എടുക്കുന്നു, കെറ്റ് വെക്റ്റർ psiയും അതുപോലെ തന്നെ കെറ്റ് വെക്റ്റർ phiയും ഓഫ് ഹിൽബർട്ട് സ്പേസ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് psi വിത്ത് phi എടുക്കുന്നു. അതിൻ്റെ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് psi വിത്ത് psi മൾട്ടിപ്ലൈഡ് വിത്ത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് phi വിത്ത് phi. ഇതിനെയാണ് നമ്മൾ ഷ്വാർസ് ഇനീക്വാലിറ്റി എന്ന് വിളിക്കുക. ദിസ് ഈസ് കോൾഡ് ഷ്വാർസ് ഇനീക്വാലിറ്റി. ഓക്കെ, അതേസമയം ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കേസ് നമ്മൾ പറയാണ്. ഇഫ് psi ആൻഡ് phi ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, psiയും phiയും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് വിചാരിക്കുക. psiയും phi ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ചാൽ ഒരു വെക്റ്ററിനെ എനിക്ക് മറ്റൊരു വെക്റ്ററിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുക. അതായത് psiയെ നമുക്ക് phiയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കേസിലാണ് എന്ത് ചെയ്യുന്നത്? ദിസ് റിലേഷൻ, ഈ റിലേഷൻ എങ്ങനെയാവും? ദിസ് റിലേഷൻ ബിക്കംസ് ഈക്വാലിറ്റി, അല്ലെങ്കിൽ അതൊരു ഇനീക്വാലിറ്റിയാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ കേസുകളും ഇത് ലെസ് ആയിരിക്കും. ഈക്വൽ ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് psi ഈസ് ഈക്വൽ ടു എ phi നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, psi ഈക്വൽ ടു എ phi എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായും? ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമും സെയിം ആവും. അല്ലെങ്കിൽ ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേം ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ടേം ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇനീക്വാലിറ്റിയെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഷ്വാർസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിൽബർട്ട് സ്പേസിൽ 2 വെക്റ്റേഴ്സ് psiയും phiയും എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഈ പറഞ്ഞ ഷ്വാർസ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഇതേ ഷ്വാർസ് ഇനീക്വാലിറ്റി തന്നെ നമ്മൾ സാധാരണ ഇൻ റിയൽ യൂക്ലിഡിയൻ സ്പേസ് നമ്മൾ പലപ്പോഴും ഈ ഷ്വാർസ് ഇനീക്വാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെയാണ്, 2 വെക്റ്റർ എയും ബിയും, എ ഡോട്ട് ബിയുടെ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് ബി സ്ക്വയർ ആണ് നമ്മൾ വെക്റ്റേഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷ്വാർസ് ഇനീക്വാലിറ്റി എന്നായിരുന്നു. ഇതേ ഷ്വാർസ് ഇനീക്വാലിറ്റി നമ്മൾ ഈ പറഞ്ഞ ലീനിയർ വെക്റ്റർ സ്പേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന റിലേഷനാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്. നൗ ദ 5th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് it is triangular inequality. Triangular inequality എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സപ്പോസ് നമ്മൾ psi പ്ലസ് phi എന്ന് പറയുന്ന ഒരു വെക്ടർ എടുക്കുന്നു, psi പ്ലസ് phi. ആ psi പ്ലസ് phiയെ നമ്മൾ psi പ്ലസ് phi കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നു. So the square root of psi plus phi with psi plus phi
ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈയുടെ സ്കെയിലാർ പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് പ്ലസ് ഫൈ വിത്ത് ഫൈ, സ്കെയിലാർ പ്രൊഡക്റ്റ് ഫൈ വിത്ത് ഫൈയുടെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഈ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇഫ് സൈ ആൻഡ് ഫൈ ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എങ്കിൽ, അതായത് ഒരു വെക്റ്ററിനെ നമുക്ക് മറ്റൊരു വെക്റ്ററിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ദി എബവ് റിലേഷൻ ബിക്കംസ് ഈക്വാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഈ പറഞ്ഞ ട്രയാങ്കുലാർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇതേ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി നമ്മൾ യൂക്ലീഡിയൻ സ്പേസിൽ സാധാരണ വെക്റ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: എ പ്ലസ് ബി, രണ്ട് വെക്റ്റേഴ്സ് എയും ബി ആഡ് ചെയ്യുന്നു, അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുന്നു. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി തന്നെയാണ്. ഇതേ റിലേഷനെ നമ്മൾ ലീനിയർ വെക്റ്റർ സ്പേസിലേക്ക് എഴുതിയതാണ് നമുക്ക് മുകളിൽ കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത്. നൗ വി ആർ ഗോയിങ് ഓൺ ടു ദ 6th പ്രോപ്പർട്ടി. ഓക്കെ, 6ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർത്തോഗണൽ സ്റ്റേറ്റ്സ്. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമുക്കിങ്ങനെ പറയാം, 2 കെറ്റ്സ്, നമ്മൾ 2 കെറ്റ്സ് എടുക്കുന്നു. 2 കെറ്റ്സ്, let one be psi and other be the phi, psi and phi are said to be orthogonal. ഈ 2 വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞാൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമുക്കറിയാം സാധാരണ വെക്റ്റേഴ്സിൻ്റെ കേസിൽ 2 വെക്റ്റർ എയും ബിയും ഓർത്തോഗണൽ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും നമുക്കറിയാം. അതേ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇൻ ദിസ് ലീനിയർ വെക്റ്റർ സ്പേസ്, ഇഫ് 2 വെക്റ്റേഴ്സ് സൈ ആൻഡ് ഫൈ ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ഇഫ് ദെയർ സ്കെയിലാർ പ്രോഡക്റ്റ് ഈസ് 0. ഓക്കെ, നൗ 7th പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓർത്തോനോർമൽ സ്റ്റേറ്റ്സ്. ഓക്കെ, എന്താണ് ഈ പറഞ്ഞ ഓർത്തോനോർമൽ സ്റ്റേറ്റ്സ്? നമുക്ക് ഇതേപോലെ തന്നെ 2 കെറ്റ്സ് സൈ ആൻഡ് ഫൈ ആർ സെഡ് ടു ബി ഓർത്തോനോർമൽ. എന്താണ് ഈ പറഞ്ഞ ഓർത്തോനോർമൽ എന്ന് പറഞ്ഞാൽ മീനിങ്? ഇഫ് ദേ ആർ ഓർത്തോഗണൽ ആൻഡ് if each one of them has a unit norm, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം നോർമലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർത്തോനോർമൽ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഓർത്തോഗണൽ പ്ലസ് നോർമലൈസ്ഡ് ആണ് ഓർത്തോനോർമൽ എന്ന് പറഞ്ഞാൽ. അതായത് 2 വെക്റ്റേഴ്സ് സൈയും ഫൈയും ഓർത്തോനോർമൽ ആണെന്ന് പറഞ്ഞാൽ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഫൈ 0 ആയിരിക്കണം. കാരണം ഓർത്തോഗണൽ ആവണമെങ്കിൽ സൈ വിത്ത് ഫൈ 0 ആയിരിക്കണം. അതേസമയം സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് സൈ വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതേപോലെ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫൈ വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ യൂണിറ്റ് നോമാണ്, നോം യൂണിറ്റിയാണ്. ഇവിടെയും നോം എന്താണ്? യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം നോർമലൈസ്ഡ് ആണ്. ഈ 2 ഫംഗ്ഷൻസ് നോർമലൈസ്ഡ് ആണ്. അതേസമയം ഈ രണ്ടും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത് ഓർത്തോഗണൽ പ്ലസ് നോർമലൈസ്ഡ് ആണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ അടുത്തത് 8ാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിൽ ചില ഫോർബിഡൻ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഈ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്തു, ചില ഫോർബിഡൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. അതായത് ഇഫ് ദിസ് സ്കെറ്റ് വെക്റ്റർ സൈ ആൻഡ് ഫൈ belongs to same Hilbert space. Okay, belongs to same Hilbert space. ഒരേ ഹിൽബർട്ട് സ്പേസിലെ എലമെൻറ്റുകളാണ് എങ്കിൽ സെയിം എച്ച്, ദെൻ ദിസ് കെറ്റ് സൈ ഇൻറ്റു കെറ്റ് ഫൈ. അതേപോലെ ദിസ് ബ്രാ വെക്റ്റർ സൈ ഇൻറ്റു ബ്രാ വെക്റ്റർ ഫൈ ആർ ഫോർബിഡൻ. ഇങ്ങനെയുള്ള എന്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അലൗഡ് അല്ല. അതേസമയം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രാ വെക്റ്റർ സൈ ഇൻറ്റു കെറ്റ് വെക്റ്റർ ഫൈ ഇത് അലൗഡാണ്. ഓക്കെ, അതേസമയം ഒരു കെറ്റ് വെക്റ്റർ ഇൻറ്റു ഒരു കെറ്റ് വെക്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രാ വെക്റ്റർ ഇൻറ്റു ഒരു ബ്രാ വെക്റ്റർ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എന്തല്ല? അലൗഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഓക്കെ നൗ ഇങ്ങനെ 8 പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡിറാക് നൊട്ടേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ 8 പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. നൗ നമ്മളിപ്പോൾ കെറ്റ് വെക്റ്റർ ബ്രാ വെക്റ്റർ എന്താണെന്ന് പറഞ്ഞു. ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം.
ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് psi ഈസ് ഈക്വൽ ടു, psi നമുക്ക് തന്നിരിക്കുന്നു -3i 2 + i 4, ഇതാണ് psi എന്ന് വിചാരിക്കുക, കെറ്റ് വെക്റ്റർ. ആൻഡ് ദിസ് phi ഈസ് ഈക്വൽ ടു 2 - i 2 - 3i ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ്, ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ഫൈൻഡ് ബ്രാ വെക്റ്റർ phi, ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഇവാലുവേറ്റ് ബ്രാ വെക്റ്റർ phi, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് phi വിത്ത് psi. സി examine y psi, ket vector psi into ket vector phi, and bra vector phi into bra vector psi do not make sense. അതായത് ഈ ഓപ്പറേഷൻസ് എന്തുകൊണ്ട് സെൻസിബിൾ അല്ല എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് തന്നിരിക്കുന്നത് നമുക്ക് ബ്രാ വെക്റ്റർ phi കാണണം. അപ്പോൾ നമുക്കിവിടെ കെറ്റ് വെക്റ്റർ phi എന്താണെന്ന് അറിയാം. കെറ്റ് വെക്റ്റർ phi എന്താണ്? ഇറ്റ് ഈസ് 2 - i 2 - 3i ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രാ വെക്റ്റർ phi കാണാൻ വേണ്ടി, ഓക്കെ, ഒരു കെറ്റ് വെക്റ്റർ phi നമുക്കൊരു മെട്രിക്സ് ആയിട്ട്, ഇതൊരു കോളം വെക്റ്ററാണ് അല്ലേ, ഒരു കോളം 3 റോ. സോ നമുക്ക് ഒരു കോളം മാത്രമുള്ള വെക്റ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? കോളം വെക്റ്റർ എന്ന് വിളിക്കും. സോ ദിസ് ഈസ് എ കോളം വെക്റ്റർ, അല്ലെങ്കിൽ ഒരു കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ phi എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നു, കെറ്റ് വെക്റ്റർ phi എന്ന് പറയുന്നത് ഒരു കോളം വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബ്രാ വെക്റ്റർ കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രാ വെക്റ്റർ കാണാൻ വേണ്ടി we should take the complex conjugate of the transpose of ket phi. So to find bra vector phi എന്താണ് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന കെറ്റ് വെക്റ്റർ ഫൈയുടെ കോൺജുഗേറ്റ് എടുക്കുക, കെറ്റ് വെക്റ്റർ ഫൈയുടെ ട്രാൻസ്പോസിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാ വെക്റ്റർ phi എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് കിട്ടുക? ഇത് കോളം വെക്റ്ററാണ്, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ നമുക്കിത് റോ വെക്റ്ററായിട്ട് വരും. ദാറ്റ് ഈസ് 2, കോൺജുഗേറ്റും കൂടെ എടുക്കുമ്പോൾ -i ആവും, 2 - 3i എന്ന് പറയുന്നത് 2 + 3i ആവും. സോ ദിസ് ഈസ് ദ ബ്രാ വെക്റ്റർ phi. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് phi വിത്ത് psi ആണ്. ഓക്കെ, സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് phi വിത്ത് psi. സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് phi വിത്ത് psi ചെയ്യാൻ നമുക്കിപ്പോൾ ഇവിടെ ബ്രാ വെക്റ്റർ phi എന്താണെന്ന് അറിയാം. ബ്രാ വെക്റ്റർ phi എന്താണ്? 2i 2 + 3i ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. കെറ്റ് വെക്റ്റർ psi എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? -3i 2 + i 4 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്കെയിലാർ പ്രൊഡക്റ്റ് ഓഫ് phi വിത്ത് psi? ദിസ് ഈസ് ഈക്വൽ ടു 2i 2 + 3i ഇൻറ്റു -3i 2 + i 4 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ 1/3 മെട്രിക്സ് ആൻഡ് ദിസ് ഈസ് എ 3/1 മെട്രിക്സ്. സോ വി ആർ ഗെറ്റിംഗ് എ 1/1 മെട്രിക്സ്. അതായത് ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ എന്ത് കിട്ടും? 2 × -3i, ഫസ്റ്റ് വൺ ഈസ് -6i പ്ലസ് i × 2 + i. ഓക്കെ, പ്ലസ് i × 2 + i പ്ലസ് ലാസ്റ്റ് ടേം ഈസ് 4 × 2 + 3i എന്ന് വരും. That is -6i plus 2i plus i square -1 plus 8 plus 12i എന്ന് വരും. Or this is -6i plus 2i minus 4i plus 12i, that is 8i. Then -1 plus 8, that is 7. So this is 7 plus 8i എന്ന് കിട്ടും. 7 plus 8i. ഇതാണ് സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് phi വിത്ത് psi എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 7 plus 8i ആണ്. Now നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സാമിൻ y psi phi ആൻഡ് phi psi. സോ psi phi ആൻഡ് bra vector phi into bra vector psi does not make sense. അതായത് bra vector phi into bra vector psi, ഇതാണ് കെറ്റ് വെക്റ്റർ psi into കെറ്റ് വെക്റ്റർ phi, bra vector phi into bra vector psi. ഇത് രണ്ടും എന്തുകൊണ്ട് സെൻസിബിൾ അല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് കെറ്റ് വെക്റ്റർ psi ഇൻറ്റു കെറ്റ് വെക്റ്റർ phi എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക? ഓക്കെ, കെറ്റ് വെക്റ്റർ psi ഇൻറ്റു കെറ്റ് വെക്റ്റർ phi എന്ന് പറയുന്നത് വി ആർ ഗെറ്റിംഗ് -3i, സോറി, കെറ്റ് വെക്റ്റർ psi ഇൻറ്റു കെറ്റ് വെക്റ്റർ phi. ഓക്കെ, ദാറ്റ് ഈസ് -3i ഇൻറ്റു
minus 3i 2 plus i 4 into 2 minus i 2 minus 3i അല്ലേ. ഇത് നമുക്കറിയാം ദിസ് ഈസ് എ 3/1 മെട്രിക്സ്, ദിസ് ഈസ് എ 3/1 മെട്രിക്സ്. ഇത് തമ്മിലുള്ള ഓപ്പറേഷൻ അലൗഡ് ആണോ അല്ലേ? ഇത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതേപോലെ നമ്മൾ രണ്ട് ബ്രാ വെക്ടേഴ്സ് എടുത്താലും എന്തായിരിക്കും, നമുക്കതിനെ തമ്മിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഇത് രണ്ട് കോളം മെട്രിക്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. അതേസമയം നമ്മൾ ബ്രാ വെക്ടർ ഫൈയെ ബ്രാ വെക്ടർ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് റോ വെക്ടേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് വരിക. സോ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് ഓഫ് ടു കോളം മെട്രിസസ്, പ്രോഡക്റ്റ് ഓഫ് ടു കോളം മെട്രിസസ് ആൻഡ് ടു റോ മെട്രിസസ്, ടു റോ മെട്രിസസ്, രണ്ട് കോളം മെട്രിക്സുകളെയോ രണ്ട് റോ മെട്രിക്സുകളെയോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ പ്രോഡക്റ്റ് ഓഫ് ടു കോളം മെട്രിസസ് ഓർ റോ മെട്രിക്സസ് ആർ മീനിങ്ലെസ്. ഓക്കെ, ഇത് മീനിങ്ലെസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്, ഈ പറഞ്ഞ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അലൗഡ് അല്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ ജനറൽ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കെറ്റ് വെക്റ്റർ സൈ തന്നിരിക്കുന്നു. കെറ്റ് വെക്ടറിനെ എപ്പോഴും നമ്മളൊരു കോളം വെക്ടറായിട്ടേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ i2 മൈനസ് i മൈനസ് 5i ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ കെറ്റ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാ വെക്ടർ കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ബ്രാ വെക്ടർ കാണാൻ നമ്മൾ ഇതിനെ ട്രാൻസ്പോസ് എടുത്ത് കോഞ്ചുഗേറ്റ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പം ഇതെന്ത് ചെയ്യും, കോളം ആയിട്ടുള്ളത് റോ ആവും. അപ്പോൾ അതിൻ്റെ അതിന് കോഞ്ചുഗേറ്റ് മൈനസ് i 2 മൈനസ് i എന്നുള്ളത് എന്ത് വരും, 2 + i ആവും. മൈനസ് 5i എന്നുള്ളത് എന്താവും, 5i ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെറ്റ് വെക്ടർ തന്നു കഴിഞ്ഞാൽ ബ്രാ വെക്ടർ കാണുക. ഇതേപോലെ നിങ്ങൾക്ക് ബ്രാ വെക്ടറാണ് തരുന്നതെങ്കിൽ തിരിച്ച് കെറ്റ് വെക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന സാധനത്തിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് കോഞ്ചുഗേറ്റ് എടുക്കുക. ഓക്കെ, അപ്പം എപ്പോഴും ഓർക്കുക, കെറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, കെറ്റ് വെക്ടർ ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് എ കോളം വെക്ടർ ഓർ എ കോളം മെട്രിക്സ്. അതേസമയം എ ബ്രാ വെക്ടർ ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ആസ് എ റോ വെക്ടർ അല്ലെങ്കിൽ ഒരു റോ മെട്രിക്സ് ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള ഡിസ്കഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയാം. ഓക്കെ, താങ്ക് യു.